ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് കാലമായി ഇപ്പം നമ്മളൊരു ഇങ്ങനത്തെ പാർട്ടി വ്ളോഗ് ഇട്ടിട്ട് ഒരുപാട് റെസിപ്റ്റ്സ് ഒന്നിച്ച് കിട്ടുന്ന വീഡിയോ ആണ് പാർട്ടി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടൽ. അപ്പോൾ ഇന്നും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. എൻ്റെ കസിനാണ്, ഞങ്ങൾ അടുത്തിയനത്തി മക്കളാണ്. ഷാനി ഖത്തറിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഖത്തറിൽ നിന്ന് ഉംറക്ക് വന്നതാണ് ഇവിടെ. അപ്പോൾ ഷാനി വിത്ത് ഫാമിലിയാണ്, ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് ഡിന്നറിന് വന്ന സമയത്തുള്ള ആ ഒരു പ്രിപ്പറേഷൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരുപാട് റെസിപ്പി നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്സാണ്. അതേപോലെ തന്നെ ഈ ഒരു വലിയ വ്ളോഗ് ആയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അറബിക് കോഫിയും ഡേറ്റ്സും ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നതാണ്, ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈഡ് എന്താ പറയുക, മുഴുവനായിട്ടുള്ള നമ്മളെ മീൻ പൊരിക്കില്ല, അതാണ്. അതൊരു അറബിക് സ്റ്റൈലിലുള്ള മീനാണ്. ഇത് ഷേരി എന്ന് പറഞ്ഞ മീനാണ്. ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച മീനാണ് കേട്ടോ, ഷേരി. അപ്പോൾ അതിലേക്കൊരു മസാല ഉണ്ടാക്കണം. ആദ്യം തന്നെ ഞാനിപ്പോൾ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. 5 വലിയ മീനാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൊന്നും വല്ലാണ്ട് അളവുകളൊന്നും ഞാൻ പറയുന്നില്ല, വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചിയും അതേപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ പൗഡർ. അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ക്യുമിൻ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അറബിക് സ്റ്റൈലാണ് എന്ന്. അപ്പോൾ ഞാൻ അറബിക് മസാല ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കി വെച്ചതാണ്. മക്ലൂബ എന്ന് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മക്ലൂബ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും. പിന്നെ വേണ്ടത് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അത് കുഴയ്ക്കാൻ വേണ്ടി വേണ്ടിയത് നമുക്ക് നാരങ്ങൻ്റെ നീരാണ്, നാരങ്ങ ജ്യൂസ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് അറബിക് സ്റ്റൈലിലുള്ള മസാലയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചതിന് ശേഷം നമുക്ക് ഓരോ മീനെടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് മീനിൽ നന്നായിട്ടൊന്ന് വരട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. മസാല നല്ലോണം പിടിക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലും തലഭാഗത്തും നമ്മൾ അതിൻ്റെ കീറിയിട്ട് ഉള്ളിൽ നിന്ന് അതിൻ്റെ കുടലും ഇതൊക്കെ പുറത്തെടുത്തോണം. എല്ലാ ഭാഗത്ത് കുറച്ച് മസാല ആക്കിയിട്ട് ഉള്ളോട്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ തലൻ്റെ ഉള്ളിലും കുറച്ച് മസാല ആക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ മീനും ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മസാല പരട്ടിയെടുക്കുക. അപ്പോൾ അതായത് മൊത്തത്തിൽ ഇങ്ങനെ മസാല പരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ മിനിമം അത് വെക്കണം കേട്ടോ, എന്നാലാണ് മസാല പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഫിഷ് ഫില്ലറ്റ്. ഇതും ഒരു അറബിക് സ്റ്റൈലുള്ള ഫിഷ് ഫില്ലറ്റാണ് ചെയ്യുന്നത്. ഫിഷ് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാനൊരു നെഗറ്റ്സിൻ്റെ രീതിയിലുള്ള ആ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തത്. ഇത് ഹമൂർ ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. ആദ്യം വേണ്ടിയ തൈരാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ തൈരുണ്ടാവും. അതിലേക്ക് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ ഫിഷാണ് കേട്ടോ. ഹമൂർ ഫിഷിൻ്റെ ഫില്ലറ്റ് ഞാൻ വാങ്ങിച്ചതാണ്, ഫ്രഷ്. പിന്നെ അതിലേക്ക് ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ അരച്ച് ചേർത്താലും മതി. പിന്നെ പാപ്രിക്ക പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പാപ്രിക്ക നിർബന്ധമാണ് കേട്ടോ. അതില്ലാന്ന് വെച്ചാൽ നിങ്ങൾ മുളക് പൊടി ഇടരുത്. അതൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല കുഴമ്പ് പാകത്തിലാവും. വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ ഒരു രീതി തന്നെ ഇത് വെച്ച് മാത്രം അത് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഫില്ലറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിയതാണ് കേട്ടോ. വലിയ പീസായിട്ട് എല്ലൊക്കെ പോക്കിയിട്ട് ഫില്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഫിഷ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. എന്നിട്ട് ഇത് ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു 3-4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലറ്റിനുള്ളതും അവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പിസ്സ ആണ് ഉണ്ടാക്കുന്നത്, മിനി പിസ്സ. കുട്ടികളാണ് കൂടുതലുള്ളതുകൊണ്ട് കുട്ടികളെ ഇഷ്ടപ്പെട്ട എന്താ പറയുക റെസിപ്സാണ് ഞാനിന്ന് മൊത്തം കാണിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 4 കപ്പോളം ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. പൊടിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കുക. അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനത് മെഷീനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുക്കുക. കുഴക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നോർമൽ വാട്ടറാണ് കേട്ടോ, സാധാരണ പച്ചവെള്ളമാണ്. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുഴയ്ക്കുമ്പോൾ പിസക്ക ആയതുകൊണ്ട് നല്ല ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. സ്റ്റിക്കി പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കയ്യിലിങ്ങനെ ഒട്ടുന്ന പാകത്തിലുള്ള ഒരു പാകം, അത് ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാകം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് കുറച്ചൊരു സ്റ്റിക്കിയാണ്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ പിസക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിച്ചത്, അതിപ്പോൾ കണ്ടോ. അപ്പോൾ ഞാനതൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കായിട്ടാണ് ഉണ്ടാവുക, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമുക്ക് പിസൻ്റെ ഡോ വേണ്ടത്, എന്നാലാണ് പിസ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. അത് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അടിയിൽ ഓയിലാക്കി കൊടുക്കുക. ഓയിൽ ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു പൊടിയും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക.
എന്നിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മാറ്റി വെക്കുക. 2-3 മണിക്കൂർ ഇതും അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മൂടി വെക്കുന്നുണ്ട്, അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെ അടുത്തത് ഞാൻ ബട്ടൂരക്കുള്ള പൊടിയാണ് കുഴക്കാൻ വേണ്ടി പോകുന്നത്. ബട്ടൂരക്ക് എത്രയാണോ നിങ്ങൾക്ക് പൊടി വേണ്ടത് അത്രയും പൊടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇത് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഞാൻ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർ കണ്ടാൽ മതി. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അതും കൂടെ ചേർത്തു. പിന്നെ ഒരു മുട്ടയും കൂടെ വേണം, ഒരു മുട്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. പിന്നെ തൈരാണ് ഇട്ട് കൊടുക്കുന്നത്, കട്ട തൈര്, പുളിയില്ലാത്ത തൈര്, ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ പറയുക, വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിൻ്റെ അളവ് പറയുന്നില്ല. ഒരു സുമാർ വെച്ചിട്ട് ഞാൻ സുമാർ എന്ന് പറയുന്നത് ഏകദേശം അളവ് വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ബട്ടറും ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് പിന്നെ നമ്മളെ മറ്റേ പോലെ സ്റ്റിക്കി ആയിട്ടല്ല വേണ്ടത്, കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് മൂടി വെക്കുക, അത് പൊങ്ങാനായിട്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പിസക്ക് വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് സോസാണ് കാണിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള സോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം വേറൊരു സോസാണ്. ഇതിപ്പം ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളിയും ഒരു ക്യാരറ്റുമാണ് എടുത്തത്. ആ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. അങ്ങനെ നന്ന ചെറുതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഉള്ളിയും ഈ ഒരു തക്കാളിയും രണ്ടും ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും കയ്യിലില്ലെങ്കിൽ തക്കാളിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ പല രീതിയിലും സോസ് ഉണ്ടാക്കും. അതിന് ഞാൻ തന്നെ ഇപ്പോൾ 2-3 തരത്തിലുള്ള സോസ്, പിസ്സ സോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ട് തന്നെ മുറിച്ച് കൊടുത്താൽ മതി, കാരണം നമ്മളിത് വേവിച്ച് വറ്റിക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഈ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഹെർബ്സ് എന്ന് പറയുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുത്താണ്. അതേപോലെ തന്നെ 1 സ്പൂണ് ബേസിലും, നമ്മളെ തുളസിൻ്റെ ഇലൻ്റെ പൗഡറാണിത്, പൗഡറല്ല തുളസിൻ്റെ ഇല ഉണക്കിയത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, മധുരം ലേശം 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്, ലേശം ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുക. അത് അവിടുന്ന് പതച്ച് വറ്റണം കേട്ടോ, ആ വെള്ളം ഒന്ന് വറ്റി വരണം. ഇനിയിപ്പോൾ അത് അവിടുന്ന് ആവണ നേരം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചിക്കൻ കറിക്കുള്ളൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാശ്മീരി സ്റ്റൈലുള്ള കസൂരിമെത്തി കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, കസൂരിമെത്തി കാശ്മീരി കറി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ വലിയ 3 സൈസാണ് എടുത്തത്, കാരണം 2 കിലോ ചിക്കനാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ 3 വലിയ സൈസ് ഉള്ളിയും ഒരു 5-6 പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത്. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഓയിൽ തന്നെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റി വരണം കേട്ടോ. അപ്പോൾ അതാകുന്ന നേരം കൊണ്ട് തന്നെ ഞാനിപ്പോൾ 4 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്നാണ് എനിക്കത് ഓർമ്മയായത്, കുക്കറിലിട്ടാൽ പെട്ടെന്നായി കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ചെമ്പ് മാറ്റി കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കനും വെള്ളവും ഉപ്പും മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ഇങ്ങനെ ആയാൽ മതി, വല്ലാണ്ട് അങ്ങ് ഇതായി പോണ്ട. ഈ ഒരു രീതിയിൽ ഒന്ന് വാടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി, ഓരോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കൻ്റെ അളവാണ് ഇത് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചച്ചായ മാറുന്ന വരെ വാട്ടിയെടുക്കണം. ഇതൊക്കെ ഹോം മെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്. അതൊക്കെ ചാനലിലുണ്ട് കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒറ്റ ടേബിൾ സ്പൂണാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ പെരുജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൗഡറാണ്, അതും ഇട്ട് കൊടുക്കുക. വലിയ ജീരകവും നല്ല ജീരകവും കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളെ ഗരം മസാല ആണ്, അത് 1 ടീസ്പൂൺ വേണം. എൻ്റെ അടുത്ത് ചെറുതായതുകൊണ്ടാണ് 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ടീസ്പൂൺ, അതൊരു ടീസ്പൂണാണ്, അതാണ് 2 പ്രാവശ്യം ഇട്ടത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടികളെ പച്ചച്ചായൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, ആ ഒരു പാകത്തിലാണിത് വാട്ടിയെടുക്കേണ്ടത്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 2 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് എൻ്റെ ചാനലിലുണ്ട്. ഇതിപ്പം വലിയ ക്വാണ്ടിറ്റിയാണ്, 2 കിലോ ആണ് കേട്ടോ ചിക്കൻ ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു ചിക്കൻ മുങ്ങുന്ന രീതിയിൽ. ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, അപ്പോൾ ആ ഒരു ചിക്കൻ അതിൽ കിടന്ന് മുങ്ങുന്ന രീതിയിലുള്ള പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ചിക്കൻ ഇതിൽ കിടന്നിട്ടാണ് നമുക്ക് വേവിച്ച് കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഈ ചിക്കൻ കറിയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി വാടാനുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഉപ്പ് ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം 10 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. 10 മിനിറ്റ് നേരം ചെറിയ തീയിലാക്കി വെച്ചാൽ തന്നെ കറി നന്നായിട്ട് വെന്ത് കിട്ടും. ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ചിക്കനൊക്കെ നന്നായിട്ട് അതിൽ മുങ്ങുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതവിടെ മൂടി വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് കഴിയട്ടെ. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. ആ കറിക്ക് വേണ്ടി അരപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കൈപ്പിടി ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ആദ്യം പൊടിച്ചെടുക്കുക കേട്ടോ. ആദ്യം വെള്ളം ചേർക്കാണ്ട് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക, പൗഡറാക്കി എടുക്കുക. അത് നന്നായിട്ട് പൗഡർ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ക്രീമാണ്. കിഷ്ത എന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീം കേട്ടോ. നമ്മളെ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതാണ് ഞാനിപ്പോൾ ഇവിടെ ടിന്നാണ് എടുത്തത്. ഇതൊരു 100 ഗ്രാമിൻ്റെ ടിന്നാണ്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം കിഷ്ത ക്രീം. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കസൂരി മേത്തി കറിയാണ്, അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അറബിക് സ്റ്റൈലുള്ള ഒരു ഗ്രിൽ ചിക്കനാണ്. നമ്മൾ താസയൊക്കെ വാങ്ങി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്ന ഒരു ഗ്രിൽ ചിക്കനാണ്. ആ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്കിന്നോട് കൂടിയുള്ള ചിക്കന് 1 കിലോൻ്റെ മേലുള്ള ഒരു ചിക്കനാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ മസാലയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഓവറായിട്ട് കുത്തുന്ന സ്പൈസസ് ഒന്നും തന്നെ ഇതിലില്ല. നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസാണ് ഇന്നത്തത്. അപ്പോൾ അതാ മൊത്തത്തിൽ ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ ഞാൻ ബാക്കിലൊന്ന് കട്ട് ചെയ്ത് ഇതിനൊന്ന് മലത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതും ഞാൻ നേരത്തെ മീനിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 മണിക്കൂർ ഇതിങ്ങനെ ഈ ഒരു മസാലയിൽ കിടക്കണം കേട്ടോ. എന്നാലാണ് മസാല പിടിക്കുകയുള്ളൂ. കാരണം ഈ നമ്മൾ ചിക്കന് കുത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുറിച്ച് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ ഒരു 4 മണിക്കൂർ മിനിമം ഇത് വെക്കണം, അല്ലെങ്കിൽ 5 മണിക്കൂർ. ഇപ്പോൾ നമ്മളെ കറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കാണിച്ചാലത് ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കുറച്ച് വെക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരപ്പിൽ തൈരുള്ളതുകൊണ്ട് ആദ്യം നിങ്ങൾ ഒഴിച്ചപാട് അതൊരു കട്ടായ പോലെ തോന്നും. പക്ഷേ പ്രശ്നമില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളൂ കേട്ടോ. ആദ്യം അത് പിരിഞ്ഞെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. ഇനിയിപ്പോൾ ആ മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കറി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് നമുക്ക് പേടിക്കേണ്ടിയില്ല. ഇതിപ്പോൾ കണ്ടങ്ങനെ കട്ടകട്ടായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തൈരാണ്. തൈര് ഇതിലുള്ളതുകൊണ്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ ആ കട്ടയൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ ആ കട്ടയൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് കണ്ടോ. പിന്നെ ഇത് ഇരിക്കും തോറും കുറച്ചൊന്ന് കുറുകി വരികയും ചെയ്യും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കട്ടിയാക്കാൻ പോകണ്ട, കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായിക്കോളും. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, ഉപ്പും ഇതുമെല്ലാം റെഡി ആണെന്നുള്ള എല്ലാം കറക്റ്റാണ്. അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മൾ അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് വരെ തിളച്ചോട്ടെ കേട്ടോ. എന്നിട്ടിത് മൂടി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു റഷ്യൻ സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ച് ക്യാബേജാണ് എടുത്തത്. ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ അളവെടുത്താൽ മതി. ഒരു പ്ലേറ്റ് നിറച്ച് ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറച്ചും ലെറ്റ്യൂസ്, ഐസ്ബർഗ് ലെറ്റ്യൂസാണിത്, സാധാ ലെറ്റ്യൂസ് അല്ല. ആ ലെറ്റ്യൂസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇത് ക്യുക്കുംബറാണ്. ക്യുക്കുംബറും ഞാൻ അതേ സെയിം പ്ലേറ്റ് തന്നെ അളവ് നടത്തതാണ്, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. അതും സെയിം അളവ് തന്നെ, ക്യാരറ്റും ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ് കോൺ ആണ്, ഇളയ സ്വീറ്റ് കോൺ ആണ് ഇത്. അതാണ് ഇങ്ങനെ നമുക്ക് പച്ചക്ക് കഴിക്കാൻ വേണ്ടി പറ്റും, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാംഗോ, നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്, നല്ല മധുരമുള്ള. അത് നമ്മൾ നിങ്ങൾ ഈ പ്ലേറ്റ് എടുത്തില്ല, അങ്ങനത്തെ 2 പ്ലേറ്റാണ് വേണ്ടി. ഏറ്റവും കൂടുതൽ വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ 2 പ്ലേറ്റ് നിറച്ചും ഞാൻ ഇങ്ങനത്തെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിലേക്ക് ഒരു ഡ്രസ്സിങ് വേണം. പക്ഷേ അത് ഞാനിപ്പോൾ ചേർക്കില്ല, കാരണം കഴിക്കാൻ നേരത്തെ ചേർക്കുള്ളൂ. ഡ്രസ്സിങ് നമ്മളിപ്പം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ എന്താ പറയുക, അതിലൊരു സോക്കി ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം സാലഡിന് എപ്പോഴും ഡ്രസ്സിങ് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഡ്രസ്സിങ് എന്ന് പറയുന്നത് അതിൻ്റെ സോസ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ഡ്രസ്സിങ് ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ആ പിസൻ്റെ സോസിന് വേണ്ടിയിട്ട് വറ്റിക്കാൻ വെച്ചതില്ല, അത് വറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ 2-3 ഗാർലിക്കും കൂടി ഇട്ടിരുന്നു കേട്ടോ. അതിൽ വീഡിയോയിൽ വന്നില്ല, പിന്നെയാണ് എനിക്ക് ഓർമ്മയായത്. അപ്പോൾ ഞാൻ 2-3 വെളുത്തുള്ളി തൊലിച്ചതിൽ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് വറ്റി വന്നതാണ്. ഇപ്പോൾ ഞാൻ ഹാൻഡ് മിക്സർ വെച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലിട്ടാലും മതി കേട്ടോ, മിക്സിയിലെടുത്ത് അരച്ചാലും മതി. ഞാനിപ്പോൾ അത് ചൂടോടുകൂടി ആയതുകൊണ്ട് ഹാൻഡ് മിക്സർ കൊണ്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി അതവിടെ മാറ്റി വെക്കുക. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് ടൊമാറ്റോ പ്യൂരി എന്ന് പറഞ്ഞ സാധനമാണ്, കെച്ചപ്പ് അല്ല കേട്ടോ. ടൊമാറ്റോ പ്യൂരി എന്ന് പറഞ്ഞിട്ട് ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതൊരു ചുവപ്പ് കളർ കിട്ടാനും ആ ഒരു ടേസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനാണിത്. ഇത് എനിക്ക് സ്പെഗറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. വലിയ 4 പീസ് ചിക്കനാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തത് കേട്ടോ. കുറച്ച് കൂടുതൽ ഇറച്ചി വരുന്ന ഭാഗം നോക്കിയിട്ടുള്ള പീസാണിത്. ബ്രസ്റ്റ് പീസ് അല്ല, തൈ പീസാണ്. അത് ഞാൻ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണിത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കേട്ടോ, അത് മിക്സിയിലിട്ട് എടുക്കരുത്, ഇങ്ങനെ കൈ കൊണ്ട് നീളത്തിൽ പിച്ചെടുക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇത് സ്പെഗറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്തത് ലിയാൻ അവിടുന്ന് മറ്റേ നമ്മളെ സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുനാഫ വെച്ചിട്ടൊരു സ്വീറ്റാണ്. അപ്പോൾ കുനാഫിൻ്റെ ഡോ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് അത് കത്രിക വെച്ചിട്ട് ഉളന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട്, പിന്നെ വേണ്ടി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്യണം. ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം, ചൂടാക്കി ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം, ഇത് നമ്മൾ മുറിച്ച് വെച്ച കുനാഫിൻ്റെ ഡോ ഉണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരിക. അത് കുഴച്ചിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് എല്ലാ പീസിൻ്റെ മുകളിലും ഈ ഒരു ബട്ടർ ആവുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ കളർ മാറി മൊത്തം ബട്ടറിൻ്റെ കളറായിട്ട് വരും. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിൽ നന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നടു ഓട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും പരത്തി വെച്ച് കൊടുക്കുക. അതിപ്പോൾ കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു പാത്രം വെച്ചിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടിയത്. നടുവിൽ ആ പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഷേപ്പായിട്ട് വന്നോളും. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് പാൽ വെച്ചിട്ടുണ്ട്. പാലിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല. കുറച്ച് പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കസ്റ്റേർഡ് പൗഡർ പാലിൽ കലക്കിയതാണിത്. സാധാരണ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് കൂടുതൽ കസ്റ്റേർഡ് വേണം. എന്നുവെച്ചാൽ നല്ല കട്ടിയിലാണ് വേണ്ടി കേട്ടോ. നല്ല കട്ടിയിൽ ആക്കി കുറുക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിക്കോളും. കാരണം കസ്റ്റേർഡ് പൗഡർ നല്ലോണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് കുറുകും. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തില്ല കേട്ടോ, മീഡിയം തീയിലാക്കി വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചായ മാറുന്നവരെ 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു കോൺഫ്ലോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം ഒരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ ഓഫാക്കരുത്, ലാസ്റ്റേ ഓഫാക്കാൻ പാടുള്ളൂ. അപ്പോൾ മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. കാരണം തീ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോന്ന് ചേർക്കുന്ന സമയത്ത് ഈ സോസ് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ടാണ് തീ ഓഫാക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കിസ്ത ക്രീം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഫ്രഷ് ക്രീമാണിത്, സ്വീറ്റ്സിൽ ചേർക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. സാധാരണ ഫ്രഷ് ക്രീം തന്നെയാണിത്. അത് ഒരു 100 ഗ്രാമിൻ്റെ ഒരു ടിന്ന് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ആ ക്രീമും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കൊടുക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഏത് ക്രീമായാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ തീ ഓഫാക്കാത്തത് കൊണ്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു പിന്നെ സോസ് നിന്നോളും. കണ്ടോ, ഫില്ലിംഗ് ആയിട്ട് വേണ്ടിയതുകൊണ്ട് നല്ല കട്ടിയിൽ. ഇനിയിപ്പോൾ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇങ്ങനത്തെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണിത്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇങ്ങനെ ഒന്ന് നമ്മളെ പീലറില്ലേ, പീലർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു കപ്പോളം ഞാൻ ചോക്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കുറച്ച് കൂടുതൽ വേണം, എന്നാലാണ് ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു പീലർ വെച്ച് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫാക്കി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഫില്ലിങ് റെഡിയായി. ഇപ്പോൾ അതാ ഓള് എല്ലാ കപ്പിലും ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പ്ലേറ്റിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് 2 രീതിയിലാക്കിയത്. ഒന്ന് ഇങ്ങനെയും ചെയ്യുന്നുണ്ട്, ഒന്ന് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 200 ഡിഗ്രിയിൽ അതാവട്ടെ. അതായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി ബാക്കി വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓവൻ ഓഫ് ആക്കിയിട്ടില്ല. ആ സെയിം ഇതിൽ തന്നെ ചൂട് തന്നെ ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിന് ഞാനിപ്പോൾ വെച്ചത് 250 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് കേട്ടോ. 250 ഡിഗ്രിയിൽ 1 മണിക്കൂർ. ഇപ്പോൾ ആ കപ്പ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കപ്പ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ സാധാരണ ഷുഗർ സിറപ്പാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് റെഡിമെയ്ഡ് ഉണ്ട്. അറബിക് സ്വീറ്റിൻ്റെ സിറപ്പാണിത്. ഇത് സാധാരണ നമ്മളെ ഹോം മെയ്ഡ് സിറപ്പില്ലേ, നമ്മളെ പഞ്ചസാര ഉരുക്കിയിട്ടെടുക്കുന്ന വെള്ളം ചേർത്തിട്ട് അതന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിറപ്പാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലും ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഞാനൊരു നോസിൽ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ അതൊന്ന് ഉള്ളിൽ കുറച്ചിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനിപ്പോൾ ആ ഒരു ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തണുപ്പിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോഴാണ് ഇതൊന്ന് സെറ്റായിട്ട് വരിക. അപ്പോൾ മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയത് കുറച്ച് പിസ്ത ഞാനൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡെക്കറേഷന് വേണ്ടിയിട്ട്.
പിസ്ത അല്ലെങ്കിൽ ആൽമണ്ടോ ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ടാലും മതി. പിന്നെ പച്ച കളറാകുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. പിന്നെ വേണ്ടി ഞാൻ ഡ്രൈ ഫ്രൂട്ടാണ് എടുത്തത്. ഞാൻ സ്ട്രോബെറിയാണിത്. സ്ട്രോബെറി ഉണക്കിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടാണിത്, സ്ട്രോബെറിൻ്റെ. അത് ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ആയാലും മതി. എന്നിട്ട് അതിൻ്റെ ഓരോ പീസ് ഞാനിപ്പോൾ ഇതിൻ്റെ നടുവിൽ നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ഇതുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അടുത്തത് ഞാൻ വേറെയാണ്. ഇതിപ്പോൾ കപ്പിൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. കപ്പായിട്ട് ഇങ്ങനെ വന്നത്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പ്ലേറ്റിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ബേക്ക് ചെയ്ത സാധനങ്ങൾ കുറച്ച് കപ്പ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. സത്യത്തിൽ ഞാനുള്ളത് പറഞ്ഞുതരാം. മൊത്തത്തിൽ കപ്പാക്കിയതാണ് ഞാൻ. പക്ഷേ കപ്പായില്ല. ചിലതെല്ലാം എടുത്തപ്പോൾ അത് പൊടിഞ്ഞു പോയി. അപ്പോൾ പൊടിഞ്ഞു പോയപ്പോൾ ഞാൻ പിന്നെ ഐഡിയ മാറ്റി അത് പൊടിച്ചിട്ട് എന്താക്കി ഈ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളത് പറയാമല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ ആ ഒരു കപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇഷ്ടം. ഞാൻ ആ ക്രീമിൻ്റെ ടിന്നിൻ്റെ മുകളിൽ കാണുന്ന പിക്ചറായിരുന്നു അത്. ആ പിക്ചർ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് ഇത് ഉറച്ചിയില്ല. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് കുറച്ച് പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാരയും വെള്ളവുമാണ്. ഈ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാഫ്രോൺ ആണ് കേട്ടോ. സാഫ്രോണിൻ്റെ പൗഡർ ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ സാഫ്രോണിൻ്റെ പൊടി ഇട്ട് കൊടുത്തതാണ് ഇതിൽ. അതാണ് കളർ, അല്ലാണ്ട് യെല്ലോ കളറല്ല. ഇനിയിപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സിറപ്പ് ഇല്ല ഒഴിച്ച് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് സോക്കാവണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുനാഫൻ്റെ ഡോയിൽ നമ്മൾ എത്ര പഞ്ചസാരൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുത്താലും അതങ്ങ് കുടിക്കുകയും ചെയ്യും, മധുരം കുറവായിട്ട് തോന്നുകയും ചെയ്യും. എല്ലായിടത്തും എത്തിനോന്നുള്ളത് പൊന്തിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ആവാത്ത സ്ഥലത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് കേട്ടോ. കാരണം വെറും കസ്റ്റാർഡ് അല്ല അത്. ഇതിൽ ക്രീമുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റും ഉണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. ഇപ്പോൾ അത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി ഞാൻ കുറച്ച് പിസ്ത ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിസ്താഷ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് എല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള നട്ട്സ് ഇടാം കേട്ടോ, ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നിങ്ങൾ പരീക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ട്രൈ ചെയ്തോ. പക്ഷേ ആ കപ്പായി കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ല. ഇങ്ങനെ ചെയ്തോ കേട്ടോ, ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. കപ്പായി കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ല, കാരണം നമുക്ക് തന്നെ ഇവിടെ 5 കപ്പേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ള ഫില്ലിങ് ഞാൻ അതേപോലെ തന്നെ സെയിം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റിലൊന്ന് ഫ്ലവർ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്ട്രോബെറി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ പിസൻ്റെ നേരത്തെ കുഴച്ച് വെച്ച പൊടിയാണിത്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല. ഇനിയിപ്പോൾ അത് നന്നായി അതിൻ്റെ എയറൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഭാഗത്തിലായി വരണം, എന്നാലാണ് പിസ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. അതിപ്പോൾ കണ്ടില്ല. ഇനി ഇത് മാറ്റി ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ആ എയറൊക്കെ ഒന്ന് പൊക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ആ എയർ പോകുന്ന രീതിയിൽ കുഴച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചെറിയ മിനി പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ പൊടിയിട്ട് കുഴക്കാനൊന്നും പോകരുത്. കൈമേൽ ഒട്ടാണ്ടിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് പൊടി കൈമേലാക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയ നമ്മളൊരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള പിസ്സകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പിന്നെ ഒരു ബോർഡിലറ്റം വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പരത്താൻ ഇനി കോയലിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത്രയും സ്റ്റിക്കി ആയിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് ഷീറ്റൊക്കെ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. 2 ട്രയലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ആ ഒരു ഷീറ്റ് വെക്കണം എന്തിനാന്ന് വെച്ചാൽ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നടു പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാത്രം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് അധികം പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പൊന്തി പോകും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോം മെയ്ഡ് പിസ്സ സോസ് ഉണ്ടല്ലോ, അത് ഓരോ സ്പൂണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അറ്റത്തേക്ക് ആക്കണ്ട, ബാക്കി എല്ലായിടത്തും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ആ പിസ്സ സോസാണിത്. ഇപ്പോൾ സോസൊക്കെ കുറച്ചധികം വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് അടിയിൽ വെച്ച് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനൊന്ന് കുറച്ച് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടിയ കുറച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ വെച്ച് കൊടുക്കുക. ഒരു 5-6 പീസായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി വേണ്ടി ഇത് മൊട്ടഡല്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അതോ ഹോട്ട് ഡോഗോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടോ. അങ്ങനത്തെ ഈ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണിത്, ചിക്കൻ്റെ. അതിങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചതാണ്. അത് എല്ലാത്തിലും വെച്ച് കൊടുക്കുക. ഇപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്ന മൊസറല്ല ചീസ് തന്നെയാണ്. അത് ഞാൻ ഇങ്ങനെ സ്ലൈസാക്കി മുറിച്ചെടുത്തതാണ്. അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒലിവാണ് കേട്ടോ. ഒലിവിൻ്റെ ബ്ലാക്ക് ഒലിവാണ് ഞാൻ എടുത്തത്. അതും കൂടെ വെച്ച് ഇതിന് നമുക്ക് കുറച്ച് നേരം 10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പിസയും ഇവിടെ 2 ട്രയൽ ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ബേക്ക് ചെയ്യാം. ഇനി അടുത്തത് ബട്ടൂരൻ്റെ പൊടിയാണ്. ബട്ടൂരൻ്റെ പൊടി നേരത്തെ കുഴച്ച് വെച്ച പൊടിയാണ്. അത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം.
ഞാൻ പറഞ്ഞല്ലോ പൊന്തി കഴിഞ്ഞാൽ അത് അതേപോലെ എടുത്തിട്ട് പരത്തി പൊരിക്കാൻ നിൽക്കരുത്. അതൊന്നും കൂടെ മാറ്റി അതിൻ്റെ എയറൊക്കെ പോക്കി പോകുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്താൻ വേണ്ടിയിട്ട് ഇത് ഷീറ്റും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ 4 ആയിട്ട് മുറിച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചിട്ട് 4 പീസായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതാ ഏകദേശം കുറച്ചൊരു തടിയിലാണ് ഭട്ടൂര പൊരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് തടിയിലാണ് പരത്തിയെടുക്കുക. എന്നിട്ട് 4 ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വലിയൊരു കടായിയാണ് വെച്ചെടുത്തത്. കാരണം കുറേ ഉള്ളതുകൊണ്ട് ഒന്നിച്ച് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 എണ്ണമൊക്കെ ഒന്നിച്ച് പോവും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 എണ്ണം ഒന്നിച്ച് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ പൊടിൻ്റെ അളവ് ഞാൻ ഏകദേശം എല്ലാം ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഭട്ടൂരൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. ഇതിപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ അതാണ് ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഞാൻ എഴുതി കാണിക്കാത്തത്. അപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് പൊന്തി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭട്ടൂരൊക്കെ അന്നേരം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് മൊത്തം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കിഡ്സിൻ്റെ സ്പെഷ്യൽ മീൽസാണ് ഇന്ന് മൊത്തം ഉണ്ടാക്കിയത്. അപ്പോൾ അത് 2 ഭാഗം ഒന്ന് ചുവന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മൊത്തം അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇത് സ്പെഗറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നൂഡിൽസ്. അപ്പോൾ അത് അതിൽ നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി വെച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. സ്പെഗറ്റി ഞാൻ 500-ൻ്റെ 2 എണ്ണമാണ് എടുത്തത്. 2 പാക്കറ്റ് സ്പെഗറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റും നമുക്കിങ്ങനെ മുറിച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഇളക്കാനൊന്നും പോകണ്ട. അതിങ്ങനെ വേവണതനുസരിച്ച് താന്ന് വരും. കാരണം പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകണ്ട കേട്ടോ. മുഴുവൻ തുടക്കം തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. സ്പെഗറ്റി ഒരിക്കലും നമ്മൾ മുറിച്ചിട്ട് ഇടൂല കേട്ടോ. അങ്ങനെ മുഴുവൻ തുടക്കാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് അടിഭാഗം വേവണതനുസരിച്ച് താഴത്തേക്ക് അങ്ങ് വെന്തോളും. അപ്പോൾ അത് അവിടെ ആവണ നേരം കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ബാക്കി പണിക്ക് വേണ്ടിയിട്ട് വലിയൊരു കടായി വെച്ചെടുത്തോണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഒരു വലിയ ഉള്ളിയും അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും ഇവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് പിന്നെ പറഞ്ഞല്ലോ, ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണ്. ഇല്ലങ്ങനെ ഒരുപാട് നേരം ഒന്നും കിടന്ന് വേവേണ്ട ആവശ്യമോ വാടേണ്ട ആവശ്യമോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. ആ ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിയാൻ തുടങ്ങി, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലേശം, അധികമൊന്നും വേണ്ട, ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്പെഗറ്റിക്ക് നമുക്ക് നീളത്തിലാണ് അരിയേണ്ടത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണിത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരറ്റും ക്യാബേജും ഒന്നും വേവണ്ടില്ല, നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും വാടാൻ നിൽക്കരുത്, പച്ചക്കന്നെ നിൽക്കണം. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഈ സെൻറ്ററിൽ നമുക്ക് സോസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്ന ടൊമാറ്റോ പേസ്റ്റാണ്. ഒരു 2 വലിയ ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ടൊമാറ്റോ പ്യൂരിയാണിത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ബോയിൽ ചെയ്തതിന് ശേഷം അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഓയിസ്റ്റർ സോസാണ്, അതും 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടി സോയാ സോസാണ്, അതും 2 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ചില്ലി ഗാർലിക് സോസാണിത്, അത് 2 ടേബിൾ സ്പൂൺ തന്നെ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് വേണ്ട കേട്ടോ, കെച്ചപ്പ് ചേർക്കൂല. ഇത്രയാണ് സോസുകൾ ഇതിൽ വേണ്ടത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ആദ്യം ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചായ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടുവിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. ഒരു 10 സെക്കൻഡൊക്കെ മതിയിട്ട്, അപ്പോഴത്തേക്ക് തന്നെ അത് ശരിയായിക്കോളും. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ച ചിക്കൻ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ ചിക്കനും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക, യോജിപ്പിച്ചെടുക്കുക. ആ ഒരു ചിക്കനും വെജിറ്റബിൾസും എല്ലാ സോസും എന്താ പറയുക നന്നായിട്ട് കോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ സ്പെഗറ്റി ഞാൻ കോരിയിട്ടുണ്ട്, അത് വേവിച്ച വെള്ളമാണിത്. ആ വെള്ളമാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്.
വെള്ളം കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ സാധാ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ പാസ്ത വാട്ടർ എന്നാണ് ഇതിന് പറയുക. ഈ പാസ്ത വാട്ടറാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സ്പെഗറ്റി വേവിച്ച വെള്ളമാണത്. അപ്പോൾ അത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ വരും. പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് കുറുകി വരും. പാസ്ത വാട്ടർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം വെള്ളമായിട്ട് അവിടെ നിൽക്കില്ല. നമ്മളിപ്പോൾ വെറും പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വറ്റുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കേണ്ടി വരും. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് വറ്റി വരണമല്ലോ. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതങ്ങ് കുറുകി പോകും കേട്ടോ. അതാണ് ആ പാസ്ത വാട്ടർ ചേർത്തത്. ഇത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മധുരം ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് കണ്ടേ വെള്ളമൊക്കെ മൊത്തത്തിൽ അങ്ങ് വറ്റി. ഒരുപാട് നേരം വറ്റിച്ചെടുക്കുക ഒന്നും ചെയ്തില്ല. ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കന്നെ അത് മൊത്തം വറ്റി വന്നാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. വേവിച്ച സ്പെഗറ്റിയാണിത്. വേവിച്ച സ്പെഗറ്റി എന്ന് പറഞ്ഞാൽ സ്പെഗറ്റി വേവിക്കാൻ എപ്പോഴും 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 6 മിനിറ്റ് ആണ് കേട്ടോ. അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല, മൊത്തത്തിൽ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് 6 മിനിറ്റ് കൂടുതൽ ഒരിക്കലും ഇത് വേവിക്കാൻ പാടില്ല. 5 മിനിറ്റ് തന്നെ കറക്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു 6 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രമേ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടായിട്ടാണ് ഉണ്ടാവുക പിന്നെ. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് കൂടുതൽ ഇത് വേവിക്കാൻ പോകണ്ട, അത്ര ഇത് വേവുള്ളൂ. അപ്പോൾ അത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മളെ സ്പെഗറ്റി ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇതവിടെ മൂടിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ചിക്കൻ ഫില്ലറ്റ് അല്ല ഫിഷ് ഫില്ലറ്റ് ഉണ്ടല്ലോ, അത് ഇനി പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചതാണിത്. വെറും മൈദ ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വെറും മൈദ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഇനി ഓരോ ഫില്ലറ്റും നമ്മൾ എടുത്തിട്ട് ആദ്യം ഒന്ന് ആ ഒരു മൈദ കലക്കിയുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നമ്മൾ തേച്ച് വെച്ച മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഒരു 5 മണിക്കൂറോളം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതാണത്. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം ഓരോ ട്രേയിലേക്ക് ആക്കി വെക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് ഫില്ലറ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. മൊത്തത്തിൽ നിറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിറച്ചിടുന്ന സമയത്ത് 2-3 ട്രിപ്പേ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോഴത്തേക്കന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് ഇളക്കാനൊന്നും പോകരുത്. ഒരു ഭാഗം മുരിന വരെ ഇളക്കണ്ട കേട്ടോ. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്പൂണോ കയ്യിലോട്ട് ഒന്ന് നീക്കി കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ മുയലേന്ന് ആ കോട്ടിങ് അങ്ങ് നീങ്ങിപ്പോകും. അപ്പോൾ നീങ്ങിപ്പോയാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. കാരണം ഫിഷ് ഡയറക്റ്റ് എണ്ണയിലേക്ക് പോകും, അന്നേരം അതിൻ്റെ ടേസ്റ്റ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അത് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മളെ ഫിഷ് ഫില്ലറ്റ് ഇവിടെ റെഡി ആയിന്. രണ്ട് ഭാഗവും നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് തിന്നാൻ അടിപൊളി സാധനമാണ്. ഇതൊരു സ്റ്റാർട്ടറാണ് കേട്ടോ, നമുക്കൊരു മെയിൻ കോഴ്സ് അല്ല, ഇതൊരു സ്റ്റാർട്ടറാണ്. നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, നെഗറ്റ്സൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്നൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. ഇതിന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് പൊരിച്ചെടുക്കുക. അത് കണ്ടില്ലേ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മീനാണ്. നേരത്തെ തേച്ച് വെച്ച മീനിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തും കുറച്ച് കോൺഫ്ലവർ ഒന്ന് മേലെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓവറായിട്ടൊന്നും വേണ്ട, ഓരോ സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് രണ്ട് ഭാഗത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ആ സെയിം എണ്ണ തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ 2 വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ 2 ഭാഗം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ആ കോൺഫ്ലവർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എണ്ണ അധികം കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സയാദിയ റൈസിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ കൂടെ ഞാൻ ഈ ഫിഷ് ഫ്രൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫിഷ് ഫ്രൈ റെഡിയായി. ഇനിയിപ്പോൾ അതും ഇതേപോലെ 2-3 ട്രിപ്പായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ലാസ്റ്റത്തതാണ്. അതും ഇവിടെ റെഡി ആയിന്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ടേബിൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മളിവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും ആണിത്. നമ്മളെ പുഡിംഗ് ഇതാ. അതേപോലെ തന്നെ പിസ്സ ബേക്ക് ചെയ്തെടുത്തതാണിത്. പിസ്സ ബേക്ക് ചെയ്യാൻ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് ആണ് കേട്ടോ പിസ്സ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സാലഡിൽ ഞാനൊരു ഡ്രസ്സിങ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിതിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം അപ്പോഴത്തേക്ക് ഗസ്റ്റൊക്കെ വന്നു പോയി. അപ്പം പിന്നെ തിരക്കിലായതുകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളെ കപ്പിൻ്റെ ആ ഒരു ഡെസേർട്ടാണത്. പിന്നെ ഈ ഒരു ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഞാൻ പുതിന അരച്ച് ചേർത്ത ഒരു ഡ്രസ്സിങ്ങാണ്. ഒലിവ് ഓയിലും പുതിനയാണത്. പിന്നെ നമ്മളെ ഫിഷ് ഫില്ലറ്റാണ്. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്ത ചിക്കനാണത്. ഞാൻ നേരത്തെ കാണിച്ച ലോവലിലേക്ക് വെക്കുന്നത്. പിന്നെ നമ്മളെ കസൂരി മെത്തി ചിക്കൻ കറിയാണിത്. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളെ ബട്ടൂര ഞാനൊരു വലിയ പ്ലേറ്റിലാക്കി വെച്ചതാണ്. അടുത്തത് നമ്മളെ സ്പെഗറ്റിയാണ്, ചിക്കൻ സ്പെഗറ്റി. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അതിൻ്റെ മേലെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓനിയനാണ് ചേർത്തത്.
പിന്നെ നമ്മളെ ഫിഷ് പൊരിച്ചതാണത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ 2 ട്രയലാക്കിയിട്ടാണ് പിസ്സ വെച്ചത്. അപ്പോൾ കണ്ടല്ലോ എല്ലാ ഐറ്റംസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഗസ്റ്റിനൊന്നും ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ എനിക്കൊരു മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇത് പിന്നെ എൻ്റെ താഴെയുള്ള ബിൽഡിംഗ് ഓണർ ഞങ്ങൾക്ക് കൊടുത്തയച്ചതാണ്, ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അറബിക്കിൻ്റെ കോഫിയാണിത്, കാവ, അതും ഡേറ്റ്സും. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.